ഹായ് ഗൈസ്, അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു സംഭവം ചെയ്യാൻ പോവുക. കാരണം സബൈൻ ഹോസ്പിറ്റലിൽ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം നിന്നതും പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടതാണല്ലോ. അപ്പോൾ അതിനുശേഷം സബൈൻ സാറിനെ ശരിക്കും വെച്ചാൽ സബൈൻ സാർ വാവേനെ കണ്ടില്ലേനു. ആ ഡെലിവറി സമയത്തൊന്നും സാർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ സാറിനെ കാണാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ആയി. ഇപ്പോൾ അവൻ്റെ പിറന്നാളിൻ്റെ അന്ന് പോകണമെന്ന് ചോദിച്ചാൽ അത് നടന്നില്ല. ഇപ്പോൾ ഒരു 3 മാസം കൂടെ കഴിഞ്ഞ്. ഇപ്പോൾ സാറിനെ കാണാൻ പോകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. സാറിൻ്റെ ഡേറ്റൊക്കെ എപ്പോഴാണെന്നൊക്കെ ചോദിച്ച് വെച്ചതാണ്. അപ്പോൾ വാവേൻ്റെ സാറിനായാലും അവിടുത്തെ സ്റ്റാഫുകൾ, നേഴ്സ്, അങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടോലിക്ക് അറിയാം. സാറിന് കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം വില കൂടിയ ഗിഫ്റ്റ് കൊടുക്കുന്നതിനല്ല, സാറിന് അത്രയും സാറിന് അറിയാമല്ലോ, സാറിനെ പോലെ ഒരാൾക്ക് നമ്മൾ വില കൂടിയ ഗിഫ്റ്റല്ല, സാറിനെന്നും ഓർമ്മയിൽ നിൽക്കുന്ന സാറിനോട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്നിട്ടുള്ളൊരു സാധനം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് വന്നതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതാണ്. ഇത് സ്റ്റുഡിയോയിലെ മാടാണ്. അപ്പോൾ വലിയ പ്രമോഷനൊന്നും വേണോ ഇല്ല, പൈസയെല്ലാം കൊടുത്തേക്കുന്ന അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റുഡിയോൻ്റെ പേരെന്താ? ഫോട്ടോമാക്സ് അല്ലേ? ഫോട്ടോമാക്സ് നരിക്കുനി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എന്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപാരമായ ഒരു വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. ലെറ്റർ അല്ല അല്ലേ, ഭയങ്കര. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ലെറ്റേഴ്സ് എല്ലാം കണ്ടിട്ട് ഇത് ഈ മാട ഉണ്ടാക്കിയാന്നല്ല, അത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. എന്താ ഇവിടെ കട നല്ലോണം പ്രൊമോഷൻ ചെയ്താൽ 2 ദിവസം കൊണ്ട് വർക്ക് തരാമെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഡിസ്കൗണ്ട് ഒന്നും പറയുന്നൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഈ ബൈക്കൊക്കെ പോകുന്ന പോലെ ഒന്നും ഇതിൻ്റെ മുകളിൽ കാര്യമൊക്കെ ഇല്ലേ, റേറ്റൊക്കെ കുറച്ചുകൂരെങ്കിലും നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്യൂല്ലേ? തീർച്ചയായിട്ടും. അതെ. നിങ്ങളെ പേരെന്തോ? ബിൻസി അല്ലേ? അതെ. അപ്പോൾ ഒരു ലേഡി ഫോട്ടോഗ്രാഫറാണ് അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം മഹേഷിന്റെ പ്രതികാരത്തിൽ ഓളി ചോദിച്ച പോലെ ചേച്ചിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ. എത്ര വർഷമായി ഫീൽഡില്? 12 വർഷമായി അല്ലേ? അതാണ്. ഇപ്പൊ ക്യാമറ നിങ്ങൾ കല്യാണത്തിന്റെ ഒക്കെ ചെയ്യലുണ്ടോ? അത് വേറെ അല്ലേ? അതെ. ഇതുപോലത്തെ ഇപ്പൊ നമ്മള് അത് ചെയ്യാണ്. ഇപ്പൊ ഇനിയും ഫോട്ടോസും ലെറ്റേഴ്സും ഒക്കെ വരാനെല്ലാം ഉണ്ട്. അത് ഫൈനലായി ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒക്കെ ഇവിടെ ഫോട്ടോ ഫ്രെയിമും കാര്യമൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ ഫ്രെയിമും കൂടി ഒക്കെ വേണം. ഒരു ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് തരുന്നില്ല, അതാണ്. ഇതിങ്ങനെ തിരികെല്ലാം ചെയ്യും. ഭയങ്കര ഹൈടെക്കാണ് കേട്ടോ, പറയണ്ട. നിങ്ങൾ ഈ മുടിക്കുടിക്കൊന്ന് മാറ്റണം കേട്ടോ. എന്തെന്നാ ഇതിൻ്റെ കോലോ അല്ലേ? നിങ്ങളെന്നല്ലത്? നിങ്ങളതാ? അതാണ്. അതെ അതെ, താര ചാട. ഈ സ്ട്രൈറ്റ് ചെയ്യുന്ന പകുതി പൈസ മതിയല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട്. ഈ വീഡിയോ എടുത്ത് തന്നെ അവർക്ക് തോന്നണമല്ലോ, വീഡിയോയിൽ എടുത്തത് ഇനി നന്നാക്കിക്കില്ല ആൾക്കാരായിരുന്നു ഇതുണ്ടാവുന്നത്. അതിനുള്ളൊരു സൈക്കോളജിക്കൽ മൂവാ കണ്ടോ. അപ്പോൾ അടിപൊളിയാക്കി ഇല്ല ആൾക്കാർ ഇത് പറയും, എന്തെന്നാ ഞാൻ ചെയ്തേ ബിൻസിയെ, ഒരു വീഡിയോ എല്ലാം വരുമ്പോൾ മര്യാദയ്ക്ക് ആക്കേണ്ടതാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് 2 കോപ്പി ആണ് കേട്ടോ അതിൻ്റെ. ബിൻസി ഇതെല്ലാം ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യാട്ടോ. അവർ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുവാൻ എനിക്കൊരു 250 ചായ പൈസയും തന്നാൽ ഇവിടെ പറഞ്ഞു തരാൻ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഏത് കളറാണ് ഇതിന് കോമ്പിനേഷൻ പറ്റുക, അങ്ങനൊക്കെ നിങ്ങൾക്ക്. വേറൊരു യൂട്യൂബറെ കാണിക്കാൻ പറ്റൂല അല്ലേ? മുഖം കാണിക്കാൻ ഇഷ്ടമില്ലാത്തൊരു യൂട്യൂബറുണ്ട്. നിങ്ങൾ ഹിജാബ് ഇട്ടാ വീഡിയോ എടുക്കല്? അതെ. അപ്പോൾ ഇതെല്ലാം ആദ്യമായിട്ട് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഒരു ഇതുണ്ടാവും എന്തായാലും. അതായിപ്പോൾ പക്ഷേ പൈസ തട്ടിക്കൂട്ടി ഒന്നും തരുവാനും ആവുകയല്ല അല്ലേ? അത് ലേശം കൂടി അയ്യ പിങ്ക് അങ്ങ് നീട്ടുവാനാവില്ല, ലെറ്റർ ഫുള്ളായിട്ട് ഉള്ളിലാവില്ല.
ഇതിങ്ങനെയാ? അതല്ലേ നല്ലത്. ഇതെന്തെന്നാ ഇത് വേറെ ഇത് വേറെ അതാണ് ആയിട്ട്? അതിന്റെ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത്. എന്തെന്നാണത്? ഇതോ? അയ്യ കട്ടും മതി ഒരു പുതപ്പല്ലിട്ട്. അപ്പൊ പുതപ്പ് മാറ്റാനാവോ? ഞാനല്ലാതെ ഇട്ടത്. പുതപ്പ് മാറ്റാനാവല്ലോ. ഇപ്പൊ അതെല്ലാം ഉണ്ട്. ഇത് മറ്റേ ഒക്കെ വിചാരിച്ചിട്ട് ഇവരെല്ലാം ഈ പഴയ നൂറ്റാണ്ടിലെ ആൾക്കാരാണ്. അതാ ഈ പ്രശ്നം. അപ്പോ അധികം അങ്ങ് പറഞ്ഞും കൂടെ ഇവരെ മൊത്തത്തിൽ ഇവരെ ക്യാരക്ടർ നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഇവർക്ക് എത്രത്തോളം ഇതെല്ലാം ഇഷ്ടാവുന്നു അറിയല്ല. എക്സ്പ്രഷൻ എല്ലാം ഇടക്കെന്തോ മാറുന്നുണ്ട്. അധികം ഒന്നും പറയുന്നില്ല. അത് ഷാറൊക്കെ പുറപ്പ് പോയില്ലേ. അതാണ് ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ചെയ്യുക. കുറച്ചുകൂടി അവിടെ ഒരു ഷെയ്ഡ് ഇവിടെ ഇത് കണ്ടില്ലേ വൈറ്റ് കുറച്ചുകൂടി അത് തിക്നെസ് ആക്കാൻ പറ്റൂലേ? ബോൾഡ് ലെറ്റർ അല്ലേ? പുതപ്പ് പോയി. കഴിവുണ്ട് കേട്ടോ, ആള് കഴിവേറിയാണ് അല്ലേ? വേണ്ട വേണ്ട. എന്തേ? ഓ ഇല്ല ആ കർട്ടൻ കൂടെ പോകുമ്പോ ആടെ എന്തെല്ലാം ആയിപ്പോയില്ല. നാടെ 2 പൂ വെച്ചേക്ക്. എന്ത് ചെയ്യാനാ, പെട്ടെന്നാണ് ഈ ഫോട്ടോ. പിന്നെ അതിലൊന്നും ചെയ്യാനില്ല. കുഞ്ഞിന്റെ ഫോട്ടോ അല്ലേ? എന്താ ചെയ്യുവോ? വാവേന്റെ ഫോട്ടോ അല്ല, വാവേന്റെ ഫോട്ടോ ഈ ലൈന് ഞാൻ കൊടുക്കാൻ പറഞ്ഞേ. അത് കൊടുക്കണ്ട, അത് വിട്ടേക്ക്. അത് അതിലതിൻ്റെ പ്രസക്തി ഇല്ല. ഓൾറെഡി അവൾ നോക്കുന്നുണ്ടല്ലോ. ഞാൻ അതിനോന്ന് സംശയമുണ്ട്. അതെ അതെ. ഇപ്പൊ കോമ്പിനേഷൻ നോക്ക്. നിങ്ങൾ അലുവയും മത്തിക്കറിയും പോലെ ആദ്യമുള്ള അതല്ല കളർ കോമ്പിനേഷൻ. ഇത് കുറച്ച് ബോൾഡാക്ക്. ആക്കിക്കോ. ഇത് കുറച്ച് ഇങ്ങനെ വലിക്കും. ഓള് നേരെ ഫുള്ളായിട്ട് അതിൽ പെടുമല്ലോ അത്. യെസ് യെസ്. ആട് വെക്കട്ടെ. കുറച്ച് ഓവറായത് എന്നാൽ കുറച്ച് അല്ലേ പൊടിക്ക് കുറച്ച് നമ്മളിൽ ഇപ്പം പറയാൻ പോലെ ആണ് കേട്ടോ. ഫോട്ടോ മാക്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ എടുത്ത ഒരിക്കലും സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ഇതാ പിന്നെ 2 ദിവസം മുമ്പാണ് വീഡിയോ ഇവിടുന്ന് എടുത്തത്. മറ്റേ ഇത് ഉണ്ടാവാൻ കൊടുത്തത്. അപ്പോൾ ഇത് റെഡിക്ക് ചെയ്തിട്ട് വന്ന് വെരിഫൈ ചെയ്യാൻ ഇവിടെ മിന്നു വന്നിട്ടുണ്ട്. മിന്നോ ഇവിടെയുള്ള മുതലാളി നാട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാ പോയേ? തിരുവനന്തപുരത്ത് നാട് വിട്ട് പോയതാ. ഇവിടെ വന്ന് എന്തെങ്കിലും ഇതാകുന്നതിന് മുതലാളി നൈസിനങ്ങ് പോയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയത് ഇപ്പം കാണിക്കണം. ഇവർക്ക് ഇപ്പം അല്ലേ കാണിക്കാനാവുള്ളൂ അല്ലേ? പിന്നെ നമ്മൾ ഗിഫ്റ്റ് എന്തോ ഇതാക്കണ്ടേ? ഇതൊരു ഗിഫ്റ്റ് പാക്കിങ്ങിലായിട്ട് ആക്കണ്ടേ? അല്ല ഇങ്ങനെ കൊടുക്കാനാണോ? ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെന്നുള്ളത് മറ്റുള്ള യൂട്യൂബർമാരെ പോലെ തന്നെ ഞങ്ങൾ ഒരു കഠിന ഹൃദയമായിട്ട് സർപ്രൈസ് ആയിട്ട് പറയാണ്ടിരിക്കുന്നത്. ഇല്ല പിന്നെ പറയണ്ടാലോ, അത് പറയുന്നില്ല. അപ്പോൾ അതവിടെ എത്തിയിട്ട് നമുക്ക് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഓ നല്ല ഐശ്വര്യത വാങ്ങാം കേട്ടോ ഇവിടുന്ന്. ഓ കവർ ഇവിടെ ഉണ്ട്. ആ ഹലോ എനിക്കിട്ടോ. ഹലോ കുറ്റേ. ഹായ് ഗൈസ്. ഇപ്പം ഞാനിതാ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. താടിയെല്ലാം പിന്നെ കട്ട് ചെയ്തിട്ട് മുണ്ണേൻ്റെ ഒട്ടയക്കാം. മുഖം ചെറിയതായി പോയ പോലെ ഇല്ലേ എനിക്കിട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എമിക്കുറ്റിനെ കൊണ്ട് എന്നാവില്ല പോകാൻ.